ഹായ്, തീയിൽ കുരുത്തനാണ് യശസ്വി ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ കണ്ടീഷൻസും പേസ് ആൻഡ് ബൗൺസി പിച്ചൊന്നും യശസ്വി ജയ്സ്വാളിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. അതിമനോഹരമായ ഒരു ടോപ്പ് ക്ലാസ് ഇന്നിങ്സ് യശസ്വി ജയ്സ്വാളിൻ്റെ വക, അതുപോലെ തന്നെ ഒരു ക്ലാസിക് ഇന്നിങ്സ് KL രാഹുലിൻ്റെ വക. സെക്കൻഡ് ഡേ ഇന്ത്യയുടെ കയ്യിൽ സേഫ് ആൻഡ് സെക്യൂർ. പെർത്ത് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് ഡേ പൂർണ്ണമായും ബോളർമാരുടെ ആധിപത്യമായിരുന്നെങ്കിൽ ഇന്ന് സെക്കൻഡ് ഡേ പൂർണ്ണമായും ബാറ്റ്സ്മാൻമാർ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കളി തുടങ്ങി മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു ഡിറ്റർമിൻഡ് ഇന്നിങ്സിൻ്റെ ബലത്തിൽ ഓസ്ട്രേലിയ ഏകദേശം ലഞ്ച് വരെ പിടിച്ചു നിന്നു. അധികം റൺസൊന്നും ചേർക്കാൻ പറ്റിയില്ല. ലഞ്ചിന് ശേഷം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 172 കളി അവസാനിക്കുമ്പോൾ സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. യശസ്വി ജയ്സ്വാളിൻ്റെയും KL രാഹുലിൻ്റെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ്, അതായത് ഓസ്ട്രേലിയൻ ബോളർമാർക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനോ ഒരു അവസരം പോലും കൊടുക്കാത്ത അതിമനോഹരമായ ബാറ്റിംഗ്, ക്ലാസിക് ടെസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് രണ്ടുപേരും KL രാഹുലും അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളും കാഴ്ചവെച്ചപ്പോഴത്തേക്ക് സെക്കൻഡ് ഡേ പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ ആധിപത്യത്തിലേക്ക് വന്നു. KL രാഹുൽ 62 റണ്ണായിട്ട് നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയാണ് കളി അവസാനിക്കുമ്പോൾ. ജയ്സ്വാൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ 90 റണ്ണെടുത്ത് നോട്ട് ഔട്ടായി നിൽക്കുകയാണ് ജയ്സ്വാളിൻ്റെ ഇന്നിങ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിൻഡ് ഇന്നിങ്സ് തന്നെ പറയണം. അപ്പോൾ കഴിഞ്ഞ ഇന്നിങ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇന്ത്യയുടെ ഏത് ബാറ്റ്സ്മാൻ ഇനി ഈ സീരീസ് ഫോം ആയില്ലെങ്കിലും ജയ്സ്വാളിൻ്റെ കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്ര ഡിറ്റർമിൻഡ് ആണ് ആ പയ്യൻ. അത്ര കഠിനമായ സാഹചര്യത്തിലൂടെ കഷ്ടപ്പെട്ട് കളിച്ചു കയറി വന്ന ഒരാളായതുകൊണ്ട് തന്നെ ജയ്സ്വാളിനെ സംബന്ധിച്ച് സാഹചര്യങ്ങളോ ഓസ്ട്രേലിയൻ കണ്ടീഷൻസോ ഒന്നും ഒരു പ്രശ്നമല്ല. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് ജയ്സ്വാൾ ഇന്ന് ബാറ്റ് ചെയ്തത്. ഒരു ക്ലാസിക്കൽ ടെസ്റ്റ് ഇന്നിങ്സ് തന്നെ പറയാം. കാര്യം സ്ട്രൈറ്റ് ബാറ്റിലാണ് ഫുള്ള് കളിച്ചത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വിക്കറ്റാണ് ഒരു 99% കളിച്ചത്. ലോഫ്റ്റ് ചെയ്തത് വളരെ ചുരുക്കമാണ്. അത് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുകയും ചെയ്തു. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു ജയ്സ്വാളിൻ്റെ. മറുവശത്ത് KL രാഹുൽ റോക്ക് സോളിഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. ഇതുകൊണ്ടാണ് KL രാഹുലിനെ എല്ലാവരും ഇത്ര ഹൈ ആയിട്ട് റേറ്റ് ചെയ്യുന്നത്. വേറൊരു കണ്ടീഷൻസ് ചെന്നാലും വേറെ ഒരു ബാറ്റ്സ്മാൻമാർക്കും കൊടുക്കാൻ പറ്റും ടെക്നിക്കൽ പെർഫെക്ഷനിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് KL രാഹുലിന് പറ്റും. അത് ലോകത്തെ ഏത് കണ്ടീഷനിൽ ചെന്നാലും KL രാഹുലിൻ്റെ ടെക്നിക്ക് വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് സെലക്ടേഴ്സിനും അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് KL രാഹുലിനെ ഇത്രയും അവർ ബാക്ക് ചെയ്യുന്നത്. KL രാഹുലിൻ്റെ പേഷ്യൻസ് അതുപോലെ തന്നെ ഫോക്കസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. KL രാഹുലും അത്ര ഭയങ്കര ഡിഫെൻസീവ് ഒന്നും അല്ലായിരുന്നു. അത്യാവശ്യം ലൂസ് ബോളുകളൊക്കെ സ്കോർ ചെയ്തിട്ട് തന്നെയാണ് KL രാഹുലും കളിച്ചത്. രണ്ട് ബാറ്റ്സ്മാൻമാരുടെയും പെർഫോമൻസ് അത്ര പെർഫെക്റ്റ് ആയിരുന്നു. ഓസ്ട്രേലിയക്ക് ഇവരുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നുള്ളൂ ഒരു ബോളേഴ്സും. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ തിളങ്ങി നിന്ന സ്റ്റാർക്ക് ആയാലും അതുപോലെ ഹേസൽവുഡ് ആയാലും അതുപോലെ കമ്മിൻസ് ആയാലും ഒരു ബോളറിനും ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുപോലൊരു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും കളിച്ചത്. നേരത്തെ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തപ്പോൾ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു ചെറുത്തുനിൽപ്പിനുള്ള ഒരു ശ്രമം നന്നായിട്ട് നടത്തി. ഓസ്ട്രേലിയയുടെ ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത് മിച്ചൽ സ്റ്റാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് മിച്ചൽ സ്റ്റാർക്ക് ഇന്ത്യൻ ബോളേഴ്സിനെ നേരിട്ടത്. ഒരുപക്ഷെ ആ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോഴത്തേക്ക് പിച്ചിൻ്റെ കണ്ടീഷൻസ് ഇന്ന് ബാറ്റിങ്ങിന് അനുകൂലമായെന്നുള്ളത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും കണക്കുകൂട്ടിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ യശസ്വി ജയ്സ്വാളും KL രാഹുലും അത്യാവശ്യം ഒരുപാട് ഡിഫെൻസീവ് ആവാതെ അത്യാവശ്യം സ്കോർ ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് കളിച്ചത്. ഇന്നത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ടെക്നിക്കൽ പെർഫെക്ഷൻ എടുത്ത് പറയാൻ വേണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ന്യൂസിലൻഡായിട്ടുള്ള സീരീസൊക്കെ കണ്ട് നമ്മൾ മനമെടുത്തിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഇന്ത്യൻ ആരാധകർക്ക് എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടാകും. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഒരു നല്ല ഇന്നിങ്സ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ടെസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ഇന്നിങ്സിലൂടെ എടുത്തു പറയാനുള്ളത് യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു ക്യാരക്ടറാണ്. അത്ര കോൺഫിഡൻ്റ് ആണ് യശസ്വി ജയ്സ്വാൾ. അതായത് ഓസ്ട്രേലിയൻ ബോളേഴ്സ് ചൊറിയുമ്പോഴും അല്ലെങ്കിൽ സ്ലെഡ്ജ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ കൂളായിട്ടാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാറ്റ് ചെയ്യുമ്പോഴും ഒരു സോളിഡ് ഡിഫൻസ് ഉണ്ട് പുള്ളിക്ക്. അതുപോലെ തന്നെ ഷോട്ട്സ് അല്ലെങ്കിൽ ഡ്രൈവോ കളിക്കുകയാണെന്നും ടോട്ടലി കമ്മിറ്റഡ് ആണ് ആ ഒരു ഷോട്ടിന്. എന്ന് വേണ്ട ഇന്നത്തെ ഇന്നിങ്സ് യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു ക്ലാസ് വിളിച്ചറിയിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡറും കൂടെ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. പുള്ളിയുടെ ഓരോ ഡ്രൈവും ഓരോ ഷോട്ടുകളും കാണാൻ വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് പഠിച്ച പണി 18 നോക്കി. ഹെഡിനെ കൊണ്ട് എറിയിച്ചു, ലബൂഷിനെ കൊണ്ട് എറിയിച്ചു, അന്ന് വേണ്ട സർവ്വ ആൾക്കാരെ കൊണ്ട് എറിയിച്ചു. എന്നിട്ടും ഒരു അനക്കം പോലും തട്ടിയില്ല ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ സംബന്ധിച്ച്. എന്നാലും നാളത്തെ ദിവസം ഇന്ത്യക്ക് ഫുള്ള് ബാറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 350 to 400 സ്കോർ ചെയ്ത് നല്ലൊരു ടോട്ടൽ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ കയ്യിലായി എന്ന് തന്നെ പറയാം. ഒരു 400 ഒക്കെ ചേസ് ചെയ്യുന്നത് ഈ പെർത്തിലെ ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബോളിംഗ് സ്ട്രെങ്തും ജസ്പ്രീത് ബുംറയുടെ ഫോമും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് 2 ദിവസം വേണ്ടി വരില്ല ഓസ്ട്രേലിയ എറിഞ്ഞ് ഇടാനായിട്ട്. ഇനി നാളത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നാളെ കണ്ടു തന്നെ അറിയാം. കാരണം ഫസ്റ്റ് ഡേ പൂർണ്ണമായിട്ട് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോൾ അത് പൂർണ്ണമായിട്ട് ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായി. ബോളേഴ്സിന് പ്രത്യേകിച്ച് ഹെൽപ്പ് കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് പിച്ച് മാറി. ഇനി നാളെ പിച്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും.
അപ്പോൾ ബെർത്ത് ടെസ്റ്റിന്റെ 3rd ഡേയുടെ റിവ്യൂസും അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. നാളത്തെ ദിവസത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് IPL ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം നാളെ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും റിവ്യൂസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നാളെ എന്തായാലും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്. 3rd ഡേയിൽ ഇന്ത്യക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. IPL ഓപ്ഷൻ പൊടി പിടിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം.